ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്താലോ? ആക്ടിവിറ്റി ഫസ്റ്റ്. ലെറ്റ്സ് സിംഗ്. ഡു യു റിമെമ്പർ മിനു? മിനു ഹാസ് മെനി ഫ്രണ്ട്സ്. ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ലെറ്റ്സ് ലിസൺ ടു ഹെർ സോങ് ആൻഡ് സിംഗ് വിത്ത് ഹെർ. കൂട്ടുകാരെ, നിങ്ങൾ മിനുവിനെ ഓർക്കുന്നില്ലേ? മിനുവിന് ധാരാളം കൂട്ടുകാരുണ്ട്. കൂട്ടുകാർക്ക് വേണ്ടി അവൾ നല്ലൊരു പാട്ട് പാടി. ബാക്കി വരികൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാമോ? മിനു പാടിയ വരികൾ നോക്കൂ. ഐ ഹാവ് എ ഹോം, ഹാപ്പി ലിറ്റിൽ ഹോം. ഐ ലവ് മൈ ഹോം. ഐ ഹാവ് എ ഡോൾ, എ ക്യൂട്ട് ലിറ്റിൽ ഡോൾ. ഐ ലവ് മൈ ഡോൾ. ഇനി നമുക്ക് വരികൾ ചേർത്താലോ? ഐ ഹാവ് എ കൈറ്റ്, എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. I love my kite. Activity 2. Beautiful valley. മനോഹരമായ താഴ്വര. Look at the picture. ചിത്രം നോക്കൂ കൂട്ടുകാരെ. This is a valley. ഇതൊരു താഴ്വരയാണ്. What do you see there? നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? നോക്കൂ. There are many dash trees. അവിടെ ധാരാളം big trees. വലിയ മരങ്ങളുണ്ട്. There are many dash on the tree. മരത്തിൽ എന്തുണ്ട്? Fruits on the tree. Two birds are dash on the tree. 2 പക്ഷികൾ മരത്തിൽ ഇരിക്കുന്നു. Sitting on the tree. Can you see the birds and animals there? കൂട്ടുകാരെ, നിങ്ങൾ അതിനകത്തുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കാണുന്നില്ലേ? What are they doing? അവർ എന്താണ് ചെയ്യുന്നത്? The animals are dash. മൃഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? റണ്ണിങ്, ഓടുകയാണ്. മെനി ബേർഡ്സ് ആർ ഡാഷ് ഇൻ ദ സ്കൈ. പക്ഷികൾ എന്ത് ചെയ്യുകയാണ്? ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, ആകാശത്തിലൂടെ പറക്കുകയാണ്. ആക്ടിവിറ്റി 3. മിനൂസ് ഫ്രൂട്ട് ബാസ്കറ്റ്. റീഡ് ദ ഹിൻസ് ആൻഡ് റൈറ്റ് മിനൂസ് ഫ്രൂട്ട് ബാസ്കറ്റ് വിൽ ഹെൽപ്പ് യു. കൂട്ടുകാരെ, താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി മിനുവിടെ കുട്ടയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം എ ഫ്രൂട്ട്, യു ക്യാൻ സീ മീ ഇൻ ട്രീസ്. കൂട്ടുകാരെ, ഞാനൊരു പഴമാണ്, എന്നെ നിങ്ങൾക്ക് മരത്തിൽ കാണാൻ കഴിയും. എൻ്റെ ആദ്യത്തെ ലെറ്റർ എന്തിലാണ് തുടങ്ങുന്നത്? എമ്മിലാണ് തുടങ്ങുന്നത്. എമ്മിൽ തുടങ്ങുന്ന മരത്തിൽ കാണാൻ കഴിയുന്ന ഫ്രൂട്ട്സ് ഏതാണ്? പറയൂ. മാംഗോ. MANGO, മാംഗോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം റൗണ്ട് ആൻഡ് റെഡ്. ഞാൻ റൗണ്ട് ആണ്, എൻ്റെ കളർ എന്താണ്? റെഡ് ആണ്. ഐ ആം സ്വീറ്റ്, ഞാൻ മധുരമാണ്. ഏത് ലെറ്ററിലാണ് ഞാൻ തുടങ്ങുന്നത്? തന്നിട്ടില്ല അല്ലേ? അതിൻ്റെ 4ാമത്തെ ലെറ്റർ എല്ലിൽ തുടങ്ങുന്ന റൗണ്ട് നിറമുള്ള റെഡ് ഫ്രൂട്ട് ഏതാണ്? ആപ്പിൾ. APPLE. ഇനി താഴോട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം യെല്ലോ ഔട്ട്സൈഡ്, വൈറ്റ് ഇൻസൈഡ്. ഐ ആം ലോങ്. എന്താണ് പറയുന്നത്? എൻ്റെ പുറം മഞ്ഞയാണ്, അകം വെള്ളയാണ്, ഞാൻ നീളത്തിലാണുള്ളത്. ഏത് ഫ്രൂട്ട്സ് ആണ് കൂട്ടുകാരെ? പറയൂ. ബിയിൽ തുടങ്ങുന്ന ആ ഫ്രൂട്ട്സ് ഏതാണ്? ബനാന. BANANA. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം സീൻ ഇൻ വയലറ്റ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ. എന്നെ ഏതൊക്കെ നിറത്തിൽ കാണാൻ കഴിയും? വയലറ്റ്, ബ്ലാക്ക്, ഗ്രീൻ നിറത്തിൽ എന്നെ കാണാൻ കഴിയും. ഐ ആം സ്മാൾ, റൗണ്ട് ആൻഡ് സ്വീറ്റ്. ഞാൻ എങ്ങനെയുള്ളതാണ്? ചെറുതാണ്, വട്ടത്തിലുള്ളതാണ്, മധുരമുള്ളതാണ്. ആരാണ് കൂട്ടുകാരെ ജിയിൽ തുടങ്ങുന്ന ആ ഫ്രൂട്ട്? ഗ്രേപ്പ്. GRAPE. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. There is a color in my name. എൻ്റെ നിറം തന്നെയാണ് എൻ്റെ പേരും. നിറവും പേരും ഒരേ പോലെയുള്ള ഫ്രൂട്ട്സ് ഏതാണ് കൂട്ടുകാരെ? പറയൂ. ഓറഞ്ച്. ORANGE, ഓറഞ്ച്. ആക്ടിവിറ്റി 4. ദ മദർ സ്പാരോ. അമ്മക്കുരുവി. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഡോണ്ട് യു നോ ദ സ്റ്റോറി. നിങ്ങൾക്ക് ഈ കഥ അറിയില്ലേ? Some events of the story are given below. കഥയിലെ ചില സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. Write the events against the picture related. ചിത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുത്തെഴുതൂ കൂട്ടുകാരെ. നോക്കൂ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. The little sparrow are crying.
കുഞ്ഞിക്കുരുവികൾ കരയുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. അടുത്തത് നോക്കൂ. മദർ സ്പാരോ ഈസ് ഫ്ലൈയിങ് വിത്ത് ചെറീസ്. അമ്മക്കുരുവി ചെറികളുമായി പറക്കുന്നു. ദ മദർ സ്പാരോ ആൻഡ് ലിറ്റിൽ സ്പാരോസ് ആർ ഹാപ്പി. അമ്മക്കുരുവിയും കുഞ്ഞിക്കുരുവികളും സന്തോഷത്തിലാണ്. ദ ഫയർ ഗ്രാബ്ഡ് ദ നീം ട്രീ. തീ വേപ്പുമരത്തെ വിഴുങ്ങി. കഥയിലെ സംഭവങ്ങളും ചിത്രങ്ങളുമായി ഒരുമിച്ചെഴുതിയത് മനസ്സിലായോ കൂട്ടുകാരെ? അടുത്ത വർക്ക് നോക്കൂ. ആക്ടിവിറ്റി 5. ലിറ്റിൽ ബേർഡ്സ്. മനു കേജ്ഡ് 2 ലിറ്റിൽ ബേർഡ്സ്. മനു 2 ചെറിയ പക്ഷികളെ കൂട്ടിലടച്ചു. ഹി കെപ്റ്റ് ദ കേജ് നിയർ ദ വിൻഡോ. എന്നിട്ട് അവൻ കൂട് എവിടെയാണ് സൂക്ഷിച്ചത് കൂട്ടുകാരെ? ജനാലയ്ക്കരികിൽ സൂക്ഷിച്ചു. ദ മദർ ബേർഡ് സാ ദം ആൻഡ് കെയിം നിയർ. അമ്മ പക്ഷി അത് കണ്ട് അടുത്തു വന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അമ്മയും കുഞ്ഞു പക്ഷികളും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. മദർ ബേർഡ്, അമ്മ പക്ഷി എന്താണ് പറയുന്നത്? ഓ മൈ ലിറ്റിൽ വൺസ്. ഓ എൻ്റെ കുഞ്ഞുങ്ങളെ. വാട്ട്സ് റോങ് വിത്ത് യു. നിങ്ങൾക്ക് എന്ത് പറ്റി? ലിറ്റിൽ ബേർഡ്, മദർ വി ആർ കേജ്ഡ്. അമ്മേ, ഞങ്ങൾ കൂട്ടിലടച്ചിരിക്കുന്നു. മദർ ബേർഡ്, ഹൂ പുട്ട് യു ഇൻ ദ കേജ്. ആരാണ് നിങ്ങളെ ഈ കൂട്ടിലിട്ടത്? ലിറ്റിൽ ബേർഡ്സ്, എ ലിറ്റിൽ ബോയ്. ഒരു ചെറിയ കുട്ടി. മദർ ബേർഡ്, ക്യാൻ യു ഓപ്പൺ ദ നെസ്റ്റ്. കുട്ടികളെ, നിങ്ങൾക്ക് കൂട് തുറക്കാൻ പറ്റുമോ? ലിറ്റിൽ ബേർഡ്സ്, നോ വി കനോട്ട് ഓപ്പൺ ദ കേജ്. ഇല്ല, നമുക്ക് കൂട് തുറക്കാൻ കഴിയില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.